അപ്പോൾ ഷജിനാഷ്കറാണ് കേട്ടോ. ഇന്നലത്തെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചോദിച്ചു എന്താ അത് പോസ്റ്റ് ചെയ്യാത്തതെന്ന്. ഇത് നല്ല ആളുള്ള കുളമാണ് കേട്ടോ. ഇത് എനിക്ക് എൻ്റെ ഉപ്പയാണ് ഇത് പഠിപ്പിച്ചു തന്നത്, ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കാനുള്ളത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്, എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും വേറെ അത് ചെയ്യാനറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഈ ചെയ്യുന്നത് എല്ലാവരും വൈറലായിട്ട് യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. കാണണേ, ചെയ്യട്ടെ. വെള്ളത്തിൻ്റെ നടുഭാഗത്തേക്കാണ് പോണത്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണേ. അടുത്ത എൻ്റെ അതേപോലത്തെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ കാണാം. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഞാൻ അങ്ങനെ കിടക്കും. പക്ഷെ ഈ കുളത്തിൽ നീർക്കോലിയുണ്ട്. വീഡിയോ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വെള്ളത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇനി ഞാൻ എൻ്റെ ഉപ്പാനൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഷജിനാഷ്കറാണ്. ഇതാണ് എൻ്റെ ഉപ്പ, പാറക്കലെ അബ്ദുള്ള ഹാജി, ഫൗണ്ടർ ഓഫ് പാറക്കൽ ജ്വല്ലറിയാണ്. എൻ്റെ ഉപ്പയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും റോൾ മോഡല്. അറിയോ? ഇപ്പോഴും എൻ്റെ ഉപ്പാനെ നോക്ക്, നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? ഈ വയസ്സിലൊക്കെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഉപ്പാനുണ്ടോ? ഉപ്പ നല്ല ഫിലിമില്, അതേമാതിരി ഉപ്പ ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഇല്ല. ബീഹാറിൽ നിന്നൊക്കെ ആനേനെ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്ന ആളാണ് ഉപ്പ. വീടാണ്. പിന്നെ ജ്വല്ലറികളിൽ പാർക്കൽ ജ്വല്ലറി എല്ലാം ഉപ്പാൻ്റെയാണ്. അതിലൊരു ജ്വല്ലറി ഫിലിമിലാമിനുള്ളത് എന്നോട് നടത്താൻ പറഞ്ഞിട്ട് ഉപ്പ എനിക്ക് തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഐശ്വര്യമാണ് എനിക്ക് ഈ കാണുന്നതൊക്കെ. ഇനി ഉപ്പ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അസ്സലാമു അലൈക്കും.